സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരന്തരം ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഈ ഇന്ത്യയിൽ ഗോഹത്യ നിരോധിച്ചു, പശുമാംസം നിരോധിച്ചു. പക്ഷേ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മറ്റുള്ളിടങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ബീഫാണ്, അല്ലെ പശുമാംസമാണ് എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി ഷെയറുകൾ അല്ലെങ്കിൽ വാട്സാപ്പ് ഫോർവേഡുകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഇതിലൊരു വലിയ തമാശ എന്താണെന്ന് വെച്ചാല്, ഈ സത്യാനന്തര ലോകത്തെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും ഒക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സത്യാനന്തര ലോകം ഉണ്ട് എന്നും അതിനു മുൻപ് ഇത് പറഞ്ഞു വരുത്തണം എന്നും ആദ്യം മനസ്സിലാക്കിയത് ഇവരാണ്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന ബീഫ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് BJP-ക്കാരാണ് എന്നൊരു വാദം. കാരണം ഇന്ത്യയിൽ നിന്ന് നിയമപരമായിട്ട് പശുമാംസം കയറ്റുമതി ചെയ്യാൻ പറ്റില്ല. അത് നിയമപരമായിട്ട് തന്നെ കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം എങ്ങനെയാണ് BJP-ക്കാർ കയറ്റുമതി ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മാംസം അത് ബഫല്ലോ മീറ്റ് ആണ്, അതായത് എരുമയുടെയും പോത്തിന്റെയും മാംസമാണ് കയറ്റുമതി ചെയ്യുന്നത്. അത് കയറ്റുമതി ചെയ്യുന്നതിന് നിയമപരമായ തടസ്സമില്ല. ഹിന്ദു ഐഡിയോളജി പ്രകാരമോ അല്ലെങ്കിൽ സംഘപരിവാറിനോ ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്തോ പോത്തിന്റെ ഇറച്ചി തിന്നുന്നതോ കയറ്റുമതി ചെയ്യുന്നതോ പ്രശ്നം ഉണ്ടായിട്ട് ഞാനെങ്കിലും കേട്ടിട്ടില്ല. പിന്നെ എന്താണ് ഇതിൽ പ്രശ്നം? അല്ല, ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ്, പക്ഷേ സംഖ്യകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു നടക്കുക എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ കണ്ടിരുന്നു. അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാനാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ബഫല്ലോ മീറ്റ് ആണ്. ബഫല്ലോ മീറ്റ് ആണ്. ഈ ഇന്ത്യയിൽ നിന്ന് ഈ പശുമാംസം കയറ്റി അയക്കാൻ പാടില്ല എന്നുള്ള നിയമം നിയമപരമായി നിരോധിച്ചിരിക്കുകയാണല്ലോ. അത് കൊണ്ടുവന്നത് BJP സർക്കാരിന്റെ കാലത്തായിരുന്നു. രണ്ട് പ്രധാനമന്ത്രിമാരാണ് BJP-യുടേത് ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ളത്, AB വാജ്പേയിയും നരേന്ദ്രമോദിയും. ഈ അടുത്ത കാലത്താണല്ലോ രണ്ട് സർക്കാരുകളും വന്നിട്ടുള്ളത്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനൊരു നിയമം BJP സർക്കാർ കൊണ്ടുവന്നായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസ് സർക്കാരാണ്. കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം അത് വർഷങ്ങളായിട്ട് ഇവിടെ തുടരുന്നു. ഈ ഒരു കാലത്തും ഒരു ഗവൺമെന്റുള്ള കാലത്തും ഇന്ത്യയിൽ നിന്ന് ഗോമാംസം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിട്ടില്ല. ഇതാണ് ഫാക്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലാണ്. പൊതുവെ കലാപങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, അവര് ഉയർന്നു വന്ന സ്ഥലങ്ങളിൽ, അതായത് മധ്യപൂർവേഷ്യയിലൊന്നും പശുമാംസം ഒരു പ്രധാന ഭക്ഷണമായിരുന്നില്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് ഈ രണ്ട് സമുദായങ്ങളും എത്തുന്നത്? പശു ഇറച്ചി യൂറോപ്യന്മാരുടെ ബ്രിട്ടീഷുകാരുടെ ഒക്കെ പ്രധാന ഭക്ഷണമായിരുന്നു. അവര് ഇന്ത്യ കോളനി ആക്കിയതിനു ശേഷം അവരുടെ നോക്കുമ്പോൾ ധാരാളം പശുണ്ട്, പശു ഇറച്ചി യഥേഷ്ടം കിട്ടും. പക്ഷേ അവർ നേരിട്ടൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പശുവിനെ അറക്കാൻ അല്ലെങ്കിൽ പശുവിനെ കൊല്ലാനും പശുവിന്റെ മാംസം മുറിച്ചു കൊടുക്കാനും പറ്റിയ ആളെ കിട്ടില്ല എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ഇതിനെ രണ്ട് രീതിയിൽ കണ്ടു. ഒന്ന്, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു നല്ലൊരു ടൂളായിരുന്നു അത്. ഒപ്പം അവർക്ക് ആവശ്യത്തിന് പശുമാംസവും കിട്ടും. അങ്ങനെ ബ്രിട്ടീഷുകാർ അവർക്ക് ഈ അറവുശാലകളിലേക്കുള്ള ആളെ നോക്കി സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ പോവില്ല. അറവുശാലയിലെ ജോലിക്കാർ മുസ്ലിങ്ങളായി. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ പലപ്പോഴും ബക്രീദ് കലാപങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിം കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഈ കലാപങ്ങൾ പലതും തുടങ്ങിയിരുന്നത് അതിന് തൊട്ട് മുമ്പ്, അതായത് ഈ ഒരു കാലഘട്ടത്തിന്റെ തൊട്ട് മുമ്പ് വരെ ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്തൊരു ഏർപ്പാടായിരുന്നു. ഹിന്ദുക്കള് ഇന്ത്യയിലെങ്ങും കണ്ടിട്ടില്ലായിരുന്നു പശുവിനെ മുറിച്ച് ഭക്ഷണമാക്കി കഴിക്കുന്നത്. അതിനു മുൻപ് ഇൻവേർഡേഴ്സ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരൊക്കെ പശുവിനെ കൊന്നിട്ടിട്ട് പോകുന്നു. അതൊരു സ്ഥിരം കാഴ്ചയായിരുന്നെങ്കിലും പശുവിനെ കൊന്ന് ഭക്ഷണമാക്കി കഴിക്കുന്ന ആദ്യമായിട്ടാണ് കണ്ടു തുടങ്ങിയത്. അപ്പൊ അതോടുകൂടിയിട്ടാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ടെൻഷൻ ഇന്ത്യയിൽ കൂടുതൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതോടുകൂടിയിട്ടാണ്. ഇനി ബ്രിട്ടീഷുകാർ രണ്ടാമതൊരു കാര്യം കൂടി ചെയ്തു. ബംഗാളിലെ പല ആധുനിക ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ആളുകൾ, ഇവർക്കൊക്കെ ബ്രിട്ടീഷുകാരന്റെ ഒരു തലത്തിലേക്ക് തങ്ങൾ ഉയരണം എങ്കിൽ ബീഫ് കഴിച്ചേ പറ്റൂ എന്നൊരു ചിന്ത കൂടി ഉണ്ട്. കാരണം ബ്രിട്ടീഷുകാരന്റെ തീന്മേശയിൽ പോയിരിക്കുമ്പോൾ അവിടെ സെർവ് ചെയ്യുന്നത് ബീഫാണ്, അത് കഴിക്കണം. ഇവര് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഫ് ഈറ്റിംഗ് ക്ലബ്ബുകൾ എന്ന് പറയുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിങ്ങൾ ബീഫ് കഴിക്കുക. അങ്ങനെ ഒരു എലീറ്റ് ക്ലാസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്. നമ്മൾ പലപ്പോഴും നമ്മളോട് ഇവർ പറഞ്ഞു തരുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ് ബീഫ് കഴിച്ചു തുടങ്ങുന്നത് എന്നാണ്. അല്ല, എലീറ്റ് ക്ലാസ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ബീഫ് കഴിച്ചു തുടങ്ങുന്നത് ഈ ബീഫ് ഈറ്റിംഗ് ക്ലബ്ബുകളിലൂടെ. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം കൂടുതലായി നടന്നു തുടങ്ങി. കാരണം മുസ്ലിങ്ങളാണല്ലോ പശുവിനെ കൊല്ലുന്നത്. ബ്രിട്ടീഷുകാരനെ പോയി ആക്രമിക്കുക, ബ്രിട്ടീഷുകാരുമായിട്ട് കലാപങ്ങൾ ഉണ്ടാകുക, ഇതൊന്നും സാധിക്കുന്നില്ല. പകരം ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് അത് വരികയും സാവധാനം ഈ ബീഫ് ഈറ്റിംഗ് ക്ലബ്ബുകൾ പോലുള്ള സാധനങ്ങൾ വളരുകയും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ ബീഫ് കഴിക്കാനും തുടങ്ങി.
ബീഫ് ഒരു ഭക്ഷണം എന്നുള്ള നിലയിൽ, അതായത് പശുവിനെ കൊല്ലുന്നത് ഹിന്ദുക്കളെ അടിച്ചമർത്താനുള്ള ഒരു മാർഗമാണെന്നൊരു ഒരു കാര്യം ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇവിടുത്തെ മുസ്ലിം ഇൻവേർഡേഴ്സ് ആണ്. അതിനുശേഷം ബീഫ് ഭക്ഷണം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് കൊണ്ടുവരികയും അത് അതായത് ആദ്യകാലത്ത് ഇൻവേർഡേഴ്സ് വന്നപ്പോൾ ഇസ്ലാമിക് ഇൻവേർഡേഴ്സ് വന്നുവെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലം വരെയും ഇവിടുത്തെ ഹിന്ദുവിന്റെ പശുവിനോടുള്ള സ്നേഹവും പശുവിനെ സംരക്ഷിക്കാനുള്ള അവരുടെ ബാധ്യതയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഇവിടുത്തെ ഇന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം പല മുസ്ലിങ്ങളും ബീഫ് കഴിക്കാറില്ല. അതിനൊരു പ്രധാന കാരണം ഹിന്ദുക്കളുടെ ബഹുമാനമാണ്. അത് ഇല്ലാതാക്കുന്നതിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീവ്ര ഇസ്ലാമിക ചിന്ത വെച്ച് പുലർത്തുന്ന പല സംഘടനകളും ആദ്യം പറഞ്ഞ ഈ ഒരു ഇൻവേർഡേഴ്സിന്റെ മനസ്സ് തന്നെയാണ് അവർക്കും ഏതെങ്കിലും രീതിയിൽ ഹിന്ദുക്കളെ ഹേർട്ട് ചെയ്യുക എന്നൊരു കാര്യം മുമ്പിൽ നിർത്തിയിട്ടാണ് അവർ ബീഫ് ഒരു അജണ്ടയാക്കുന്നത്. ഇതേ മനസ്സ് തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. സ്വാഭാവികമായിട്ടും അവര് ബീഫ് ഒരു വിഷയമാക്കുന്നതും അല്ലെങ്കിൽ പശുവിനെ കൊല്ലുന്നത് ഞങ്ങളുടെ അവകാശമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് നിങ്ങളുടെ അവകാശമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗത്തെ ഏത് വിധേനയും അടിച്ചമർത്താന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടെ, അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഹിന്ദുക്കളുടെ ഒരു വിശ്വാസവും വികാരവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു സമീപകാലത്തായിട്ട് ഇത് RSSന്റെ തലയിൽ മാത്രം വരേണ്ട ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്തോ ഒരു ചെറിയ കാര്യത്തെ പറ്റിയിട്ടാണ്. ഒരു വ്യക്തി, അയാള് സംഘപരിവാർ അനുഭാവിയൊന്നുമല്ല. അയാൾ വന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം, രാമായണത്തെ പറ്റിയുള്ള ഒരു കാര്യം, അത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. ഞാനത് കാണുന്നില്ല. അയാള് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട്, നമസ്കാരം, എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷെ ഞാനൊരു RSS അനുഭാവിയല്ല, പക്ഷെ ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ അയച്ചിരുന്ന സ്ക്രീൻഷോട്ട്, അയാള് ഒരു സാധാരണ ഹിന്ദുവാണ്. ശ്രീരാമനെ പറ്റിയിട്ടൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു സാധാരണ ഹിന്ദു. അയാളോട് നീ സംഖ്യയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നോട് ചേട്ടാ ഞാൻ സംഖ്യയൊന്നുമല്ല, പക്ഷേ ഇതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെയാണ് കേരളത്തിലെ ഹിന്ദുക്കളൊക്കെ സംഖ്യകളാവുന്നത്, ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളൊക്കെ സംഖ്യയാവുന്നത്. നിലവിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ സംഘി എന്നാണ് അർത്ഥം. നിങ്ങൾ ഹിന്ദു ആണോ, നിങ്ങൾ സംഖ്യയാണ്. അതല്ലാതെ അതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ സമകാലികമായി ഉയർത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നേരത്തെ വന്നുകൊണ്ടിരിക്കുന്ന പശുവിന്റെ രാഷ്ട്രീയം, അത് ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു വേദനയായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു ഈ പശുവുമായിട്ടുള്ള ബന്ധം എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്? സംശയം എന്താ, ഒരു 1000 വർഷങ്ങളായിട്ട് ഇസ്ലാമിന്റെ ഇൻവേഷൻ തൊട്ട് ബ്രിട്ടീഷ് ഭരണകാലം, അതിനുശേഷം ഇപ്പോഴും ആ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്ന സമയത്ത് ഇന്ത്യയിലെ സാധാരണക്കാരായ ഹിന്ദുക്കൾ കരുതിയത് അവർക്ക് പശുവിനെ സംരക്ഷിക്കാനുള്ള അവകാശം ലഭിക്കും എന്നാണ്. അത് ലഭിച്ചില്ല. അതിനുശേഷം നമ്മൾ കാണുന്നു പരസ്യമായിട്ട് പശുവിനെ വെട്ടുന്നു, പശുമാംസം തിന്നുന്നത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കഷ്ണം പശുവിന്റെ ഇറച്ചിയെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ, ഈ വർഷങ്ങളായിട്ട് ഇവരൊക്കെ ചെയ്തതിന്റെ പുറത്ത് ഒരടി കൂടി ഈ ഓൾറെഡി അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ജനതയുടെ മേൽ അടിക്കുക എന്നൊരു കാര്യത്തിനപ്പുറം ഇതിൽ എന്തെങ്കിലും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി താഴെ വീട് കിടക്കുന്നവരാണ്, വർഷങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്നവരാണ്. ഞാൻ കൂടി ഒന്ന് ചവിട്ടിയേക്കാം, പ്രത്യേകിച്ച് ഒന്നും കൂടുതൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടിടുന്നു എന്നേ ഉള്ളൂ.